ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയൊരു സെറ്റ് മുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരികയാണ്. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ പുതിയ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പോകുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമല്ല നമുക്കൊക്കെ. അപ്പം നമ്മളെ തട്ടകത്തെ നമ്മുടെ തറവാട്ടമ്പലമൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് നമ്മളതിൻ്റെ എല്ലാ സെലിബ്രേഷനിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കുചേരുമല്ലോ. അപ്പോൾ പൂജയിലൊക്കെ. അപ്പോൾ പുതിയ സെറ്റ് മുണ്ടെടുത്തു. അതിൻ്റെ ബ്ലൗസ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തു. ഞാൻ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഒരു ക്ലോസ് നെക്ക് ബ്ലൗസൊക്കെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺലൈൻ വഴി കുത്താമ്പള്ളിയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ബ്ലാക്ക്. അപ്പം സിൽവറിൻ്റെ എൻ്റെ കളക്ഷനിൽ കുറവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റ് മുണ്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഹൈ നെക്ക് ബ്ലൗസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇട്ട് തരാം. അതായത് പ്രൊഫഷണലായിട്ടൊന്നുമല്ല, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ. എന്നാലും നമ്മുടേതായിട്ടുള്ള നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തന്നെയാണ്, എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് സെറ്റ് മുണ്ടൊക്കെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ സിംഗറിൻ്റെ മെഷീനാണ് കേട്ടോ. അതൊരു 10 വർഷത്തോളമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. ഞാൻ മാരേജിന് മുന്നേ ഒക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ ഓൾട്ടറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന ശേഷം മദറിനോട് അടുത്താണ് കൂടുതലൊക്കെ പഠിച്ചത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യും. പിന്നെ കൂടുതലും യൂട്യൂബൊക്കെ നമുക്ക് ഏതും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ യൂട്യൂബും ഒക്കെ ഉണ്ടല്ലോ. ലേണിംഗ് വീഡിയോസൊക്കെ ഒരുപാട് അവൈലബിൾ ആണല്ലോ. അപ്പോൾ പുതിയ പുതിയ ഫാഷനൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ ബ്ലൗസും അതേപോലെ നൈറ്റീസ്, കുർത്താസ്, മോൾക്ക് വേണ്ട ലെഹങ്ക, അതൊക്കെ നമുക്ക് തന്നെ നോക്കി ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കത് അതിൻ്റെ ഫുഡ് പ്രസ്സർ മാറ്റണമല്ലോ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ മാറ്റി പിന്നെ 2.5-ലാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ഇതിന് 6 ആക്കിലേക്ക് മാറ്റണം. അപ്പോൾ ഈ നോർമൽ സ്റ്റിച്ചിൽ നിന്ന് ആ 6 ആക്കിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കും. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടു. അപ്പോൾ ഇത് നമ്മൾ ഇതിനനുസരിച്ച് ഇത് മാറ്റിയിടുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഈസിയാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഇലക്ട്രിക് മെഷീൻ ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ക്ലോത്ത് അതിൻ്റെ അറ്റം മടക്കി വെച്ചിട്ട് അതിൻ്റെ ആ മടക്കിയ വശം ആ ഒരു ഫുഡ് പ്രൊസറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൈ ശരിക്കും അതിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ ശരിക്കും അത് ഓവർലോക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കൈ ആ ഒരു തുണിയുടെ ആ ക്ലോത്തിൻ്റെ ഒരു ഇതിങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുത്താൽ നല്ല സുഖമായിട്ട് അതിങ്ങനെ ഓവർലോക്ക് ചെയ്ത് കിട്ടും കേട്ടോ. സെറ്റ് മുണ്ടിൻ്റെ എല്ലാ വശവും ഇതേപോലെ ഓവർലോക്ക് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് മെഷീനൊക്കെ വീട്ടിലിങ്ങനെ എളുപ്പമായിട്ട് നമുക്ക് ഈ ഓവർലോക്ക് ചെയ്യാനും അതുപോലെ ഈ സാരി തന്നെ സാരി ഫോളൊക്കെ വെക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. സാരി ഫോൾ വെക്കുന്ന വീഡിയോ ഇതേപോലെ ഞാനൊരു അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. നല്ല എളുപ്പമാണ്. സാരി ഫോൾ വെച്ചിട്ട് സാരി ഉടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും സാരി ഉടുക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ.